തനിക്ക് ഇപ്പൊ സമാധാനായില്ലോടോ. ഇനി നമ്മളായിട്ട് ഭാമയുടെ സമയം കളയണ്ട. ഞാൻ വിളിക്കാം മാമേ. ശരി രാഘവേട്ടാ. ഭാമേ, നീ ഇപ്പൊ ചെയ്തത് ഒരു അബദ്ധമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. രാഘവേട്ട, ആന്റപ്പനെ തികഞ്ഞ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല. ഒന്നാമത് പത്രോച്ചായൻ, രണ്ടാമത് ഈ പഠിക്കൽ സഹായം അഭ്യർത്ഥിച്ചു വന്നവരെ വെറും കൈയോടെ അയച്ചിട്ടില്ല. ഭാമേ, ഇന്നലത്തെ പോലെ അല്ല ഇന്ന് പോലെ ആവില്ല നാളെ. ഒരു കരുതൽ എപ്പോഴും വേണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. പൊങ്ങച്ചത്തിലും ധൂർത്തിലുമാണ് ചക്രവർത്തിമാര് പോലും നശിച്ചെന്ന് ഓർക്കണം. അമിത വിനയവും കപടഭക്തിയും കാണിക്കുന്നവനെ സൂക്ഷിക്കണം ഭാമേ. അങ്ങനെയുള്ളവൻ ഏത് നിമിഷം ചതിക്കാം. ഇത് നീ തിരക്കിട്ടെടുത്തൊരു തീരുമാനമാ. അത് തെറ്റിപ്പോയെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. രാഘവേട്ട, ദൈവം ഇതുവരെ സത്യഭാമയെ ചതിച്ചിട്ടില്ല. എന്തായാലും ഞാൻ പണം കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു പോയി. അത് നടന്നിരിക്കും. കുഴപ്പമൊന്നുമില്ലായിരുന്നാ മതിയായിരുന്നു എന്റെ ഭഗവാനെ. പ്രോസിക്യൂഷന് ഇനി സാക്ഷികളെ വിസ്തരിക്കാവുന്നതാണ്. താങ്ക് യു യുവർ ഓണർ. ഭാമേ, എന്തിനുള്ള പുറപ്പാടിലാ നീ? രാഘവേട്ട, എനിക്ക് മാത്രമല്ല, രാഘവേട്ടനും പ്രാണന പ്രീതിയെ. അവൾക്കൊരു നല്ല ജീവിതം കൊതിച്ച നമ്മൾ അധ്വാനിച്ചതും പണം സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെ. അർജുനും അവളും സന്തോഷമായി ജീവിക്കുന്നതിന് ആദ്യം തടസ്സമായി നിന്നത് ഞാനും വസുമതിയുവാ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായതോടെ ഇരു കൂട്ടരും ആ പിണക്കമൊക്കെ പരസ്പരം മറന്നു. പിന്നീടെങ്കിലും അർജുനും പ്രീതിയും സന്തോഷമായും സമാധാനമായും ജീവിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. അത് തടഞ്ഞത് ദൈവമാണെങ്കിൽ പോട്ടെന്ന് വെക്കും സത്യഭാമ. ഇനി അതല്ല മനുഷ്യനാണെങ്കിൽ ആ ആളെ കോടതിക്കോ നിയമത്തിനോ വിട്ടുകൊടുക്കില്ല ഈ സത്യഭാമ. വിധിക്കുന്നതും ശിക്ഷ നടപ്പാക്കുന്നതും ഈ സത്യഭാമയായിരിക്കും. ഭാമേ, നിക്ക്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? രാഘവേട്ട, പ്രീതി പഞ്ചകൈലാസത്തിലെ പാറപ്പുറത്ത് വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ CCTV ഫൂട്ടേജിൽ കണ്ടത്. പ്രീതിയും സുസ്മിതയും തമ്മിലുണ്ടായ തർക്കം എന്താ? സുസ്മിത എന്തിനാ പ്രീതിയെ തടയാൻ നോക്കിയത്? ഇതിനൊന്നും തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം ഇല്ല. പ്രീതിയുടെ ആരോഗ്യത്തെ കരുതി തടയാൻ നോക്കിയെന്നല്ലേ സുസ്മിത നുണ പരിശോധനയിൽ പറഞ്ഞത്? എങ്കിൽ അവൾ എന്തുകൊണ്ട് ആ കാര്യം നേരത്തെ നമ്മളോട് പറഞ്ഞില്ല?
നുണപരിശോധനയിലും അന്വേഷകരെ കബളിപ്പിക്കാനല്ലേ അവള് നോക്കിയത്. നുണപരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്തിനവൾ ഈ കിഡ്നാപ്പിംഗ് നാടകം നടത്തി? രാഘവേട്ട, ഇതിനൊന്നും ഒരു ഉത്തരവില്ല. അതിനർത്ഥം സുസ്മിതയ്ക്ക് എന്തോ മറയ്ക്കാനുണ്ടെന്ന. അതായത് രോഹിത്തിന്റെ മിസ്സിങ്ങിനും പ്രീതിയുടെ ഇപ്പോഴത്തെ ഈ കിടപ്പിനും ശരിക്കും സുസ്മിതയുടെ കൈയുണ്ടെന്ന് അല്ലേ? ഭാമേ, ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറയാൻ. രാഘവേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ അപ്പോഴും സുസ്മിതയെ ചേർത്ത് പിടിച്ചിരുന്നത് ഞാനാ. ഒരു ചൂണ്ടുവിരൽ അവൾക്ക് നേരെ ഉയരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിനെയും എന്റെ മകളെയും അപകടപ്പെടുത്തിയ ചതി ഒളിപ്പിച്ചു വെച്ചിട്ട് അവൾ എന്റെ തണലിൽ നിന്നിരുന്നതെങ്കിലോ? അവൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കണ്ടേ രാഘവേട്ട? ഭാമേ, അത് നീ എങ്ങനെ കണ്ടുപിടിക്കുന്ന? അവള് ചെയ്തതിന്റെ ഒക്കെ തെളിവുകൾ ശ്രീരഞ്ജനി തോണ്ടി എടുത്തിട്ടുണ്ടാവും രാഘവേട്ട. എനിക്കത് ഉറപ്പാ. അതുപോലെ കോടതി സുസ്മിതയെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തുമെന്നത്. അങ്ങനെ ഉറപ്പിക്കണ്ട ഭാമേ. നീതി നടപ്പാക്കപ്പെടേണ്ട സ്ഥലം തന്നെയാണ് കോടതി. പക്ഷേ എല്ലായ്പ്പോഴും അതങ്ങനെ തന്നെ ആവണമെന്നില്ല. സത്യം സൂര്യനെ പോലെ തെളിഞ്ഞു മുന്നിൽ നിൽക്കുമ്പോഴും അത് കാണാതിരിക്കാൻ കോടതിക്ക് മുമ്പിൽ കറുത്ത ഇരുമ്പ് മറകൾ സൃഷ്ടിക്കാനാവും മിടുക്കന്മാരായ വക്കീലന്മാർക്ക്, പ്രത്യേകിച്ചും അമീർ അബ്ദുള്ളയെ പോലുള്ളവർക്ക്. പൊന്നു സാറേ, ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്ക് ആകെ ഉണ്ടായിരുന്ന എന്റെ മോന. അവൻ ജോലി ചെയ്ത ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. ഇവര് രണ്ടുപേരും ഇല്ലാതായ പിന്നെ ഈ വയസ്സുകാലത്ത് അസുഖങ്ങളുമായി തൊഴിലുറപ്പിന് പോകേണ്ട ഗതികേടില്ല. എന്റെ ഭർത്താവിന്റെയും മകന്റെയും ജീവൻ എടുത്തത് ഈ യന്ത്രങ്ങളാണ് സാറേ. അർജുൻ, മിലോഡ്, കുറച്ചുകൂടി സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ സാക്ഷിയോട് പറയൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്റെ വിസ്താരം അവസാനിച്ചു. തീർന്നില്ല സാറേ. ഈ എന്തിയാനിക്ക് കോടതി തൂക്കുകയറ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൈന കളഞ്ഞിലെ പെണ്ണുങ്ങളെല്ലാം കൂടി ഇവളെ വലിച്ചു കീറും. ഉറപ്പായും ഞങ്ങളത് ചെയ്യും. പത്മാവതിയമ്മ പ്ലീസ്, ഇത് കോടതിയാണ്. എനിക്ക് പറയാനുള്ളത് പിന്നെ പറയണ്ടേ? ഡിഫൻസ് കൗൺസിൽ, എനി ക്രോസ്? യെസ് യുവർ ഓണർ. പത്മാവതിയമ്മ അല്ലേ? അതെ സാറേ. ഇവിടെ പേര് പറഞ്ഞത് സാറ് കേട്ടില്ലായിരുന്നോ? കേട്ടു. ഒന്നുകൂടി ഉറപ്പിച്ചൂന്നേ ഉള്ളൂ. ഈ പത്മാവതിയമ്മ ഒരു പാവമാണെന്ന് വേഷവും ശരീരഭാഷയും ഒക്കെ കണ്ടാൽ അറിഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം സാറേ. ഇവരെ പോലുള്ളവർക്ക് മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. മനസ്സിൽ തോന്നുന്നത് അപ്പൊ പുറത്തേക്ക് വരും. കോടതി പത്മാവതി അമ്മയോട് സഭ്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയതേ തെറ്റ്. അവർക്കതേ അറിയൂ. വക്കീലന്മാരും അവരുടെ അസിസ്റ്റന്റുമാരും ഒക്കെ തത്തമ്മയെ പഠിപ്പിക്കുന്നത് പോലെ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും അവരുടെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തേക്ക് വന്നു പോകും. അല്ലേ അർജുൻ? നേരെ സാറേ. അർജുൻ മോൻ എന്നോട് പറഞ്ഞത് ഇവിടെ വന്ന ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയാവുള്ളൂന്നാ. ഈ സാറിനോട് വലിയ ബഹുമാനം കാണിക്കണമെന്നൊക്കെയാ. ഈ സാറൊക്കെ എന്തു പാവാ. പത്മാവതി അമ്മേ, നിങ്ങളുടെ ഭർത്താവ് മോഹനൻ എങ്ങനെയായിരുന്നു? എന്നോട് വലിയ സ്നേഹമായിരുന്നു സാറേ. അതല്ല ഞാൻ ചോദിച്ചത്. പത്മാവതി അമ്മയെ കൂട്ട്
കാര്യങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവമായിരുന്നോന്ന്. ഇതിലും മുറ്റായിരുന്നു സാറേ. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതായിരുന്നു സ്വഭാവം. ആരോടെങ്കിലും പകയുണ്ടായ അത് വീട്ടിയിട്ടേ പിന്നെ ഉറക്കമുള്ളൂ. അതേ സ്വഭാവം തന്നെയാ എന്റെ രോഗത്തിനും കിട്ടിയിട്ടുള്ളത്. മിലോഡ്, നോട്ട് ദ പോയിന്റ്. ആരോടെങ്കിലും പക തോന്നിയാൽ അത് വീട്ടിയെ അടങ്ങൂ എന്ന സ്വഭാവശൈലി ഒരു അലങ്കാരവും അഭിമാനവുമാക്കിയ ആളാണ് ഈ കേസിൽ കൊല്ലപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന രോഹിത്. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. കൊല്ലപ്പെട്ടയാളുടെ മാതാവിന്റെയും പിതാവിന്റെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്വഭാവ രീതികൾ വെച്ച് അയാളെ അളക്കാൻ ശ്രമിക്കുന്നത് അപലപനീയമാണ്. ബഹുമാനപ്പെട്ട കോടതി ഇത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുക എന്നത് ഡിഫൻസ് കൗൺസിലിന്റെ അവകാശമാണ് മിലോഡ്. അതുമാത്രമല്ല, വാദിക്ക് മാത്രമല്ല, പ്രതിക്കും അവകാശപ്പെട്ടതാണ് നീതി. ആക്രമിക്കപ്പെടുന്നവരുടെയും ആക്രമിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നവരുടെയും സ്വഭാവ രീതികളെക്കുറിച്ചുള്ള രേഖാചിത്രങ്ങൾ കോടതിക്ക് മുന്നിൽ പൂർണ്ണമാകുന്നത് സാക്ഷിമൊഴികളിലൂടെയാണ്. ആ ചിത്രം പൂർണ്ണമാക്കാൻ എന്നെ അനുവദിക്കണമെന്ന് കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. മിസ്റ്റർ അമീർ, യു മേ പ്രൊസീഡ്. പത്മാവതി അമ്മേ, ഈ മോഹനൻ ചേട്ടൻ എങ്ങനെയാ? രണ്ടെണ്ണം വീശുന്ന കൂട്ടത്തിലായിരുന്നോ? മറുപടി പറയണം. ഞാൻ എന്തു പറയാനാ? ഞാൻ എന്തു പറഞ്ഞാലും സാർ അത് എനിക്കെതിരെയാക്കും. ഞാൻ ഒന്നും നിങ്ങൾക്കെതിരെ ആക്കുന്നില്ല പത്മാവതി അമ്മേ. കോടതിക്ക് വേണ്ടത് സത്യങ്ങൾ മാത്രമാണ്. ചോദ്യം പാസ് ചെയ്യാൻ ഇത് ക്വിസ് കോമ്പറ്റീഷൻ അല്ല, കോടതിയാണ്. മറുപടി പറയണം പത്മാവതി അമ്മേ. അങ്ങേര് കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഓണം, വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ അല്ല, എന്നും അരക്കുപ്പി ബ്രാൻഡി വാങ്ങിച്ചുകൊണ്ടൊന്ന് കുടിക്കുമായിരുന്നു. അങ്ങേര് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലേ ആർക്കാ ഛേദം? പകലന്തിയോളം ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. വലിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. ബീഡി വലിക്കുമായിരുന്നു. എത്ര ദിവസവും 4-5 പാക്കറ്റൊക്കെ കാണുമായിരുന്നു ഷർട്ടിന്റെ പോക്കറ്റ്. ഞാൻ എണ്ണാനൊന്നും പോയിട്ടില്ല. അദ്ദേഹം മദ്യപാനം തുടങ്ങിയത് ഏത് പ്രായത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? എന്നെ കെട്ടുന്നതിന് മുമ്പേ കുടിയുണ്ടായിരുന്നു. അതിപ്പോ 20-ാം വയസ്സിലൊക്കെ തുടങ്ങിയെന്നാ എന്നോട് പറഞ്ഞത്. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. കൊല്ലപ്പെട്ട എന്റെ കക്ഷി രോഹിതിന്റെ അച്ഛൻ വലിച്ച ബീഡിക്കുറ്റികളുടെയും മദ്യപാനം തുടങ്ങിയ പ്രായമൊക്കെ ആയിട്ട് ഈ കേസിന് എന്താണ് ബന്ധം? മിലോഡ്, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. പ്ലീസ് കം ടു ദ പോയിന്റ്. എത്രാമത്തെ വയസ്സിലായിരുന്നു മോഹനൻ ചേട്ടന്റെ മരണം? 59. ദാറ്റ്സ് ഇനഫ്. മിലോഡ്, 20-ാം വയസ്സ് മുതൽ തുടർച്ചയായി 39 വർഷം സ്ഥിരമായി മദ്യപിക്കുകയും അതിനും വർഷങ്ങൾക്ക് മുമ്പേ പുകവലി ശീലമാക്കുകയും ചെയ്തവരാണ്. 59-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതം വന്നു മരിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. ആ മനുഷ്യന്റെ കരളും ശ്വാസകോശവും ഹൃദയവുമൊക്കെ ഇത്രയും നാൾ അത് താങ്ങിയത് തന്നെ ഒരു അത്ഭുതമാണ്. We shall consider some years are the ex gratia from the Lord Almighty above us. കുറച്ചു വർഷങ്ങൾ ദൈവം ദാനം നൽകിയതാണെന്ന്. അമീർ, അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? യെസ് യുവർ ഓണർ, അതുതന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. രോഹിതിന്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിച്ചതും എന്റെ കക്ഷി സുസ്മിതയുമായി എന്താണ് ബന്ധം? മിലോഡ്, ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്.
വ്യായാമത്തിനിടെ ഹൃദയാഘാതം വരുന്നവരുമുണ്ട്. എന്തിനേറെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഉണ്ടാകാം ഹൃദയാഘാതം. എന്ന് കരുതി ബസ് ഡ്രൈവറെയോ ജിമ്മിന്റെ ഉടമയെയോ പാട്ടുപാടിയ ആൾക്കാരെയോ പ്രതി ചേർത്ത് ആരെങ്കിലും കേസെടുക്കാറുണ്ടോ? അതുപോലെ തന്നെയാണ് മിലോഡ്. എന്റെ കക്ഷി സുസ്മിത വിവാഹ നിശ്ചയത്തിന് എത്താത്തതിന്റെ മനോദുഃഖത്തിൽ രോഹിത്തിന്റെ അച്ഛൻ മോഹനൻ നെഞ്ചുപൊട്ടി മരിച്ചു എന്നുള്ള ആരോപണം. ഹൃദയാഘാതമുണ്ടായത് വരനാണെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും സമ്മതിച്ചു കൊടുക്കാം. ഇവിടെ വരന്റെ, അതായത് ഒരു പുരുഷന്റെ അച്ഛൻ അമ്മയും അല്ല. വിവാഹ നിശ്ചയ പന്തലിൽ കുഴഞ്ഞു വീഴുന്നത് പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ അതിനും സാങ്കത്യമുണ്ട്. നിശ്ചയം മുടങ്ങിയാൽ ആ ചീത്തപ്പേരുകൊണ്ട് അവളുടെ ജീവിതം നശിച്ചേക്കാമെന്ന ഭീതി ഉണ്ടാവാം അച്ഛനോ അമ്മയ്ക്കോ. മകന്റെ വിവാഹം മുടങ്ങിയതുകൊണ്ട് നെഞ്ചുപൊട്ടി മരിച്ച അച്ഛനമ്മമാരെ കുറിച്ച് ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ മിലോഡ്? അത് ആനുഷംഗികമായ ഒരു പരാമർശം മാത്രമല്ലേ അമീർ? പെൺകുട്ടി വരാത്തതിന്റെ വേദനയിൽ നെഞ്ചുപൊട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടുഭാഷയിൽ അതെല്ലാം സ്വാഭാവികമല്ലേ? നാട്ടുഭാഷയിലെ ആനുഷംഗികമായ പരാമർശം മാത്രമല്ല മിലോഡ്. ഐ ക്യാൻ പ്രൂവ് ഇറ്റ് ലേറ്റർ. തൽക്കാലം വിസ്താരം തുടരാൻ എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. പത്മാവതി അമ്മേ, നിങ്ങളൊരു ചോര കുടിക്കുന്ന ചെന്നായയാണെന്ന് ഞാൻ പറയും. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരാൾ. 10 കാശ് കിട്ടിയാൽ സ്വന്തം മകനെ പോലും ഒരു മാടിനെ പോലെ അറവുശാലയിലേക്ക് പറഞ്ഞയക്കാൻ മടിക്കാത്തൊരാൾ. മിലോഡ്, ദിസ് ഈസ് റെഡിക്കുലസ്. മകന്റെ അകാല മരണമുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും ഇനിയും കരകയറാനാവാത്ത ഒരു സാധു വൃദ്ധയാണ് ഡിഫൻസ് ലോയർ മെന്റലി ഹരാസ് ചെയ്യുന്നത്. അമീർ, വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണം. നിങ്ങളുടെ വാദം തെളിയിക്കാൻ ആവശ്യമായ ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ആവശ്യം. മിലോഡ്, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. Then prove it. Of course. അമീർ, യു മേ പ്രൊസീഡ്. താങ്ക് യു മിലോഡ്. സ്നേഹമസൃണമായ മന്ദമാരുതൻ പോലെയുള്ള ചോദ്യങ്ങൾക്കല്ല പത്മാവതി അമ്മ ഇനി മറുപടി പറയാൻ പോകുന്നത്. അഗ്നിനാളങ്ങൾ പോലെ ആത്മാവിനെ പോലും ദഹിപ്പിക്കാൻ കഴിവുള്ള ചോദ്യങ്ങൾക്ക്. തയ്യാറായിക്കോളൂ മറുപടി പറയാൻ. നിങ്ങളുടെ മകൻ രോഹിത്തും ഈ നിൽക്കുന്ന സുസ്മിതയുമായി വിവാഹത്തിന് മുമ്പേ പ്രണയത്തിലായിരുന്നു അല്ലേ? അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആലോചിക്കേണ്ട കാര്യമില്ല പത്മാവതി അമ്മേ. മറുപടി തരണം. സാർ എന്താ ചോദിച്ചത്? നിങ്ങൾ എന്റെ ചോദ്യം കേട്ടു പത്മാവതി അമ്മേ. കേട്ടില്ലെന്ന് നടിക്കരുത്. അതെ, അവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു. അക്കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? അറിയാമായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ രോഹിത്തിനോടൊപ്പം സുസ്മിത പലവട്ടം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. അക്കാലത്ത് ഒരു വട്ടമെങ്കിലും ആ ബന്ധം തടയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തു മറുപടിയാ പറയാ? വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയുമായി അവിരാമം വീട്ടിൽ കയറിയിറങ്ങുകയും അവളോടൊപ്പം ഹോട്ടലിലും പാർക്കിലും ബീച്ചിലും ചുറ്റിയിട്ടും അതിൽ നിങ്ങൾക്ക് അനുചിതമായി ഒന്നും തോന്നിയില്ലേ? അവരങ്ങനെയൊന്നും. പറയണം, അനുചിതമായി ഒന്നും തോന്നിയില്ലേ? അത് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയല്ലേ? മിലോഡ്, നോട്ട് ദി പോയിന്റ്. ആ പ്രേമബന്ധം എത്ര കാലം തുടർന്നിട്ടുണ്ടാവും? ഏകദേശം 1 വർഷം. ഈ കാലയളവിനിടെ നിങ്ങൾ അവളുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വിലാസം
അച്ഛനമ്മമാരുടെ ഫോട്ടോ കണ്ടുള്ള പരിചയം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാറേ. അതുകൊണ്ടല്ലേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ രോഹിത്തിന് അവളെ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വന്നത്. മിലോഡ്, നോട്ട് ദിസ് ടു. ഈ നിൽക്കുന്ന സുസ്മിതയാണ് നിങ്ങളുടെ മകൻ രോഹിതിനെ കൊലപ്പെടുത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അതെ സാറേ, ഇവള് തന്നെയാ. ഇവളോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. ചൈന കോളനിയിലെ പെണ്ണുങ്ങളും നിങ്ങളും കൂടി സുസ്മിതയെ വലിച്ചു കീറുമെന്ന് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. രോഹിത് കൊല്ലപ്പെട്ടുവെന്ന് ആരോപിക്കുന്ന ദിവസത്തിന് ശേഷം പിന്നെയും സുസ്മിത നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കാരണമെന്താണ് പത്മാവതിയമ്മേ? അത്രയും പകയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചു? മറുപടി പറയണം പത്മാവതിയമ്മേ. 5 ലക്ഷം അതല്ലേ കാരണം? മിലോഡ്, ബാലചന്ദ്ര ഫിനാൻസ് എന്നൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും തന്റെ മകൻ രോഹിത് 5 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നും ആ സ്ഥാപനത്തിന്റെ ഉടമയായ ബാലചന്ദ്രനുമായി സുസ്മിതയ്ക്ക് പരിചയമുണ്ടെന്നും സുസ്മിതയിലൂടെ ആ പരിചയം മുതലെടുത്ത് കടമൊഴിവാക്കാമെന്നും ഇവർ കരുതി.